അവിടെ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയം ആകുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. സ്തോത്രം. സങ്കീർത്തനം 33:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കും. സ്തോത്രം. നമ്മുടെ ഉള്ളം, അവർ സോൾ വെയിറ്റ്സ് ഫോർ ദ ലോർഡ്. കാരണം ദൈവം നമ്മുടെ സഹായവും പരിചയമാണ്. ദൈവം നമ്മുടെ സഹായവും പരിചയമാണ്. 2, അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. അപ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്നതോടൊപ്പം ഹല്ലേലൂയ അവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം, ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയം വെക്കുക. മറ്റൊന്നിലും ആശ്രയം വെക്കാതെ ദൈവത്തിൽ നാം ആശ്രയം വെക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, നമ്മുടെ ഹൃദയം നിരാശപ്പെടുകയില്ല. മറിച്ച് നമ്മുടെ ഹൃദയ കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങും. വീണ്ടും പറയുക, യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ. അപ്പൊ ഒരു വിഷയത്തിന് വേണ്ടി അവര് ദിവസത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ തന്നെ അവര് ദൈവത്തോട് ആഗ്രഹിക്കുന്നത്, കർത്താവേ, അങ്ങയുടെ ദയ ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ഞങ്ങൾ പ്രത്യാശിക്കുന്നത് പോലെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ദയ ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ. സ്തോത്രം. വളരെയധികം എന്താ പറയാ, ദൈവസ്ഥനെ ആഗ്രഹിക്കുകയും ദൈവസ്ഥനെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ ഭക്തന്റെ ഹൃദയത്തെയാണ് ചേരുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വൈകുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ വൈകുമ്പോൾ നമ്മൾ ദൈവസ്ഥനയിൽ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഭക്തൻ ചെയ്യുന്നത് നോക്കി, നമ്മുടെ ഉള്ളം, എൻ്റെ ഉള്ളം യഹോവയിൽ പകർന്നിട്ട് ഹൃദയത്തിൽ സന്തോഷത്തോടെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ പലപ്പോഴും താമസിച്ചെന്നിരിക്കാം, പക്ഷേ അതൊരിക്കലും വൈകുകയില്ല. ദൈവസന്നിധിയിൽ പല മറുപടികളും ഒരുപക്ഷെ താമസിച്ചെന്നിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അതൊരിക്കലും വൈകുകയില്ല. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുന്നത് തക്ക സമയത്ത്, റൈറ്റ് ടൈമിലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ഹല്ലേലൂയ, എനിക്ക് ഇന്ന ആവശ്യമുണ്ടായിരുന്നു, ഇന്ന സമയത്ത് ദൈവം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന സ്വാഭാവികമായിട്ടും ജെന്യൂനായിട്ടൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ദൈവം മറുപടി തരുന്നില്ല? അതിനെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാൻ ഇപ്പോൾ കാല ദിവസനെ താല്പര്യപ്പെടുന്നത്. അല്ല, നമുക്കറിയാം, ദൈവം അതിന് വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം ശ്രദ്ധിക്കുന്നു. തന്റെ ഭക്തന്റെ പ്രാർത്ഥനയെ ദൈവം ശ്രദ്ധിക്കുന്ന ദൈവമാണ്. അല്ല, എന്നാൽ പലപ്പോഴും മറുപടികളെ ദൈവം ഹല്ലേലൂയ റൈറ്റ് ടൈമിൽ തരാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സമയത്തായിരിക്കത്തില്ല ദൈവത്തിന്റെ മറുപടികൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവം പലപ്പോഴും നമ്മുടെ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കണമെങ്കിൽ ഓരോ വ്യവസ്ഥകൾ ഉണ്ടാവും. ഹല്ലേലൂയ. സ്തോത്രം. ആ വ്യവസ്ഥകൾ അടിസ്ഥാനത്തിൽ മാത്രമാണ് കർത്താവ് നമ്മുടെ ലൈഫിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസ് സുവിശേഷം 12:30 ഇങ്ങനെ പറയുന്നു. മർക്കോസ് 12:30 ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ഒരു ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നത്, അല്ലെങ്കിൽ ചില കമാൻഡ്മെന്റ്സ് കർത്താവ് അവിടെ പറയുമ്പോൾ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. അതായത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൗമികമായ എല്ലാ കാര്യങ്ങളെക്കാളും നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി കർത്താവിനായിരിക്കണം. ഹല്ലേലൂയ. അത് ഈ പറയുന്ന 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, കമാൻഡ്മെന്റ്സ് ആയിട്ട്, ഉപദേശമായിട്ട്. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ കഴിയുമ്പോൾ സ്തോത്രം, നമ്മുടെ മനസ്സും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആദ്യം സംഗീതത്തിൽ വായിച്ചതുപോലെ നമ്മുടെ സോള്, നമ്മുടെ ആത്മാവ് കർത്താവിന് ഏകീകൃതമായി ദൈവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നമ്മളായിരിക്കുന്ന ഈ ബീയിങ്ങിന്റെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ദൈവത്തിലോട്ട് തിരിയുന്നത് വരെ ഒരുപക്ഷെ ദൈവം തന്നെ മറുപടികൾ ഹല്ലേലൂയ ദീർഘിപ്പിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 പറയുന്നുണ്ട്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയം, വിശ്വസ്തത, ദയ, പരോപകാരം, അങ്ങനെ സൗമ്യത, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ 9 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും ദൈവം ഈ ഒരു നിലവാരത്തിൽ നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മുടെ ആശ്രയത്തെ, ഹല്ലേലൂയ, ഈ ഒരു ഫലത്തെ നമ്മളിൽ സ്ട്രെച്ച് ഔട്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിനെ പക്വത പ്രാപിക്കാനും സ്തോത്രം തക്ക സമയത്ത് ആ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരാണോ നമ്മൾ കർത്താവ് ഒരു പക്ഷെ നോക്കിക്കൊണ്ടിരിക്കും. അതും ഹല്ലേലൂയ, ആ ഒരു കാര്യവും ദൈവസേനയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ വൈകുന്നതിനൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ഏതെങ്കിലുമൊക്കെ തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദൈവസേനയിൽ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥനകൾക്ക് മറുപടി തരത്തില്ല. ഹല്ലേലൂയ. അതിന്റെ ഒരു വാക്യം ഞാൻ പറയാം. സ്തോത്രം യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വളരെ യാചിക്കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഉദ്ദേശം ദൈവം നോക്കും. ഒരുപക്ഷെ നമുക്കത് റൈറ്റ് ആയിട്ട് തോന്നും, പക്ഷെ തമ്പുരാന്റെ കണ്ണിൽ ഒരു പക്ഷെ അത് റൈറ്റ് ആവണമെന്നില്ല. ആ ഒരു റൈറ്റ് പേർപ്പസിനായിരിക്കത്തില്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ തെറ്റായ ഉദ്ദേശത്തോടെ നമ്മൾ ചോദിക്കുക, നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒക്കെ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള പാപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വലിയ പാപങ്ങളും നമ്മൾ ചെയ്യുന്നതല്ല, ഒരുപക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഭാരപ്പെടുകയും ആവലാതിപ്പെടുകയും ചെയ്യുന്നു, അതും ദിവസേന പാപം തന്നെയാണ്. സ്തോത്രം. അങ്ങനെയൊക്കെയും ഏതെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ മറുപടിയെ നമ്മൾ കൊണ്ടുവരുന്നതിന് വളരെ തടസ്സമാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഓരോ ദിവസവും നമ്മൾ കഴുകൽ പ്രാപിക്കേണ്ടത്, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കേണ്ടത് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടതും ഹല്ലേലൂയ ദിവസത്തിൽ നമ്മളെ തെറ്റുകൾ ഏറ്റു പറയേണ്ടതും ആവശ്യമാണ്. കാര്യം നമ്മൾ ഓരോ മൊമെന്റിലും ഹല്ലേലൂയ നമ്മൾ ഈ പാപപങ്കിലമായ ലോകത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ നാവുകൊണ്ട് ഒക്കെ നമ്മൾ ചെയ്യാൻ സാധ്യത. എന്നാൽ ദൈവസ്ഥലം ഏറ്റു പറയുമ്പോൾ അവിടെ നമുക്ക് വിടുതൽ കഴിവുകൾ പ്രാപിക്കുകയാണ്. അപ്പോൾ അത് ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയെ നമ്മളിലോട്ട് വേഗത്തിൽ കൊണ്ടുവരാൻ ദൈവം സഹായിക്കും. തെറ്റുകൾ ഏറ്റു പറയുന്നത് യാക്കോബ് പറഞ്ഞതുപോലെ ഞാൻ ചോദിക്കുന്നത് റൈറ്റ് ആണോ എന്ന്. ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ സാധ്യത ഇവിടെയാണ്. പരിശുദ്ധാത്മാവിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതേസമയം നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വിഷയം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി വൈകാൻ സാധ്യതയുണ്ട്. ഒരു പോയിന്റ് കൂടി പറയുന്നു. അടുത്തതായിട്ട് എബ്രായർ 11:1 പറയുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നാം പ്രാപിക്കണമെങ്കിൽ നമുക്ക് വളരെയധികം വിശ്വാസം ആവശ്യമാണ്. ഹല്ലേലൂയ. കാണാത്തതിനായിട്ട് വിശ്വസിക്കുവാൻ എബ്രായർ 11:1 പറയുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം, വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് കാണുന്നില്ലെങ്കിലും അതിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പൊ നിങ്ങളുടെ അടുത്തില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? സ്തോത്രം. ഫോർ എക്സാമ്പിൾ ഐഡാൻറ്റിയുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐഡാൻറ്റി മോളെ കണ്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത് അല്ലേ? മോൾ അടുത്തില്ല, പക്ഷെ വിശ്വസിക്കുക അവിടെ മോൾ ആയിരിക്കുന്നിടത്ത് കർത്താവേ ഇന്ന കാര്യങ്ങൾ ചെയ്യണമേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നു. അതൊരു വിശ്വാസമാണ്. ഹാലയിലെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞ പല കാര്യം നമ്മുടെ അടുത്തില്ല, നമ്മൾ കണ്ടുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവപ്രവൃത്തികളെ പെട്ടെന്ന് വിളിച്ചു വരുത്തുവാൻ ഇതുപോലെയുള്ള ചില പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് സ്തോത്രം, ഉത്തരം ലഭിക്കാൻ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മന്ദഗതികൾ കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയാൻ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണേ കർത്താവെ, വേഗത്തിലുള്ള ദൈവപ്രവൃത്തികൾ എൻ്റെ ലൈഫിൽ കർത്താവ് വെളിപ്പെടുത്തണമേ എന്ന് നമ്മൾ അങ്ങനെ ശ്രദ്ധ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തികളെ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുവാൻ തക്കണം ഇടയായിത്തീരും. ഒരു 4 പോയിന്റ്സ് ഞാൻ ഇപ്പോൾ കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ മറുപടികൾ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കലും സ്തോത്രം ഇല്ല എന്നല്ല. സ്തോത്രം. ഒരുപക്ഷെ താമസിക്കാം. അത് കർത്താവ് ഈ പറയുന്ന ചില ദൈവിക ഗുണഗണങ്ങൾ നമ്മൾ ഉണ്ടാകുവാനും നമ്മളെ പക്വതയുള്ളവരും പ്രാപ്തിയുള്ളവരും ആക്കുവാനും
ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടേണ്ടതിന് വേണ്ടി. കാര്യം കർത്താവിന്റെ വാഗ്ദത്തം ഇങ്ങനെ പറയേണ്ട മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. കർത്താവാണ് ഇത് ചെയ്തതെന്നും ദൈവത്തിന്റെ കരമാണ് ഇതിന്റെ പിന്നിലെന്നും നാം നമ്മുടെ ഭവനവും കർത്താവിനെ സാക്ഷിയായി തീരേണ്ടതിന് വേണ്ടിയിട്ട് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ പ്രാർത്ഥന പോകുന്നു. പക്ഷേ കർത്താവ് എന്താണെന്നറിയില്ല, ദൈവാത്മാവി ദിവസങ്ങളിൽ ഇങ്ങനൊരു വിഷയം എന്നോട് അധികമായി സംസാരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ പിന്നെയും ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നമ്മുടെ ഹൃദയത്തെ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുവാനും പ്രത്യേക ചില വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ മണിക്കൂറുകൾ ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ എടുക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ മോർണിംഗ് ടൈമിൽ നമ്മൾ കൂടി വരുന്നു. അതുകൂടാതെ നമ്മുടെ വ്യക്തിപരമായ ലൈഫിലും മറുപടി കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മധ്യേ പോരാടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം അങ്ങനെ ചെയ്ത് നോക്കിക്കേ, വേഗത്തിൽ ചില ദൈവിക മറുപടികളെ നമ്മളെ വന്ന് മുട്ടും. നമ്മൾ അതിലെ ആ മറുപടികളെ കാണുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും പകൽക്കാലം അനുഗ്രഹിക്കും.